ഹായ്, എല്ലാവർക്കും നമസ്കാരം. നൊസ്റ്റാൾജിക് ടേസ്റ്റ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ വെച്ചൊരു ദോശയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 2 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഒരു നേന്ത്രക്കായ, 2 കപ്പ് അരിക്ക് ഒരു നേന്ത്രക്കായ മതിയാവും, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഞാനിത് ഉണ്ടാക്കുന്ന വിധം പറയാം. ആദ്യം നേന്ത്രക്കായയുടെ തൊലി കളയുക. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇടാൻ പോകുന്നു. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് തേങ്ങ ഇടാൻ പോവുകയാണ്. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്, ഇഞ്ചി, അത് രണ്ടും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരി ഒന്ന് അരച്ചെടുക്കുക. അരിമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ മാറ്റി വെച്ചിരുന്ന നേന്ത്രപ്പഴം അതിൻ്റെ മിക്സിലോട്ട് ഇത് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ദോശ ചുടാൻ പോവാണ്. ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലെ വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സ്വാദിഷ്ടമായ നേന്ത്രദോശ റെഡി. ഇത് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.